ഈ തംബ്നെയിൽ കണ്ട പോലെ നിങ്ങളെല്ലാവരും ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ എപ്പോൾ കാണും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിം എപ്പോൾ കണ്ടുമുട്ടും, എപ്പോൾ കാണും, എപ്പോൾ വരും, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയുള്ള കുറേ തംബ്നെയിൽസ്. ഞാൻ തംബ്നെയിൽസിനെ കുറിച്ച് മാത്രമല്ല, വീഡിയോസുകൾ ആൻഡ് അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുകൾ. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. കുറേ കുട്ടികളായാലും കുറേ ഈ ലവ് റിലേറ്റഡിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുകളായാലും അവരെപ്പോഴും ശരിയാണ്, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ ക്യൂരിയസ് ആണ്. ബട്ട് ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ ചെന്ന് പെടാണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീസെൻ്റായിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു. ആ കുട്ടിയുടെ ഫ്യൂച്ചർ സ്പൗസിന് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമോ എന്നുള്ള റീഡിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര പേര് ഇതിൽ ആ കുട്ടീനെ പോലെ വിശ്വസിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും അത് വെച്ച് റീഡിങ് ചെയ്യുന്നവർ. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ബട്ട് ഒരു ചെറിയ പേഴ്സൻ്റ് ആൾക്കാരുകളുണ്ട്. ആൻഡ് അവർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുക, ടാരോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഓർ ഫോർച്യൂൺ ടെല്ലിംഗ് അല്ല. അത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടാരോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് അല്ല. അതിനൊരു എനർജി മിററായിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ എന്താ, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജീസ് എന്താണ്, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്ന് അറിയാനുള്ളൊരു ഗൈഡൻസ് ടൂൾ, ഒരു ഡിവിനിഷൻ ടൂളാണ്. നിങ്ങൾക്ക് അലൈൻമെൻറ്റിലാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് എന്നുള്ളതിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. ബട്ട് ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ യു എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നിങ്ങളിപ്പോൾ എടുക്കുന്ന ആക്ഷൻസ് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അല്ലാണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. എന്നിട്ട് എന്ത് പറയും, ടാരോ റീഡിങ് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇതൊന്നും നടന്നില്ല. അല്ല, ആസ്ട്രോളജി ആയിട്ട് ചെറിയ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോളജർ കുറേ പേര് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ട്, ജെന്യൂനായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. നമുക്ക് എല്ലാവരും ആസ്ട്രോളജി എന്ന് പറഞ്ഞിട്ട് പേടിയാണ്. അത് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഒരു ആസ്ട്രോളജർ പറയുകയാണ് ഈ കുട്ടി ഇന്നതിൽ പാസ്സാവില്ല, നിങ്ങൾക്ക് ഇതിനുള്ളൊരു ഇങ്ങനെയാണ് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. പക്ഷേ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കുള്ളൂ. പക്ഷേ ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അതിന് മാറ്റാനുള്ള ഗൈഡൻസസ് എടുക്കും, റെമഡീസ് എടുക്കും. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അസുഖം വരാണ്ടിരിക്കാൻ മരുന്ന് എഴുതി കഴിക്കുന്ന പോലെ. അതാണ് ടാരോട്ടും. അങ്ങനെ ആയിരിക്കണം നിങ്ങളെല്ലാവരും ടാരോ റീഡിങ്ങിന് എടുക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കും, ഇന്ന ടൈമിനുള്ളിൽ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് കഴിഞ്ഞാൽ വരുന്നവരെല്ലാവരും ഫ്യൂച്ചർ സ്പൗസായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പോയിട്ട് റോങ് ആയിട്ടുള്ള പാർട്ട്ണറിൽ ചെന്ന് അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ എനർജീസ്, നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റി സൃഷ്ടിക്കാം. നിങ്ങളുടെ കറണ്ട് എനർജീസ്, നിങ്ങളുടെ കറണ്ട് ആക്ഷൻസ്, നിങ്ങളുടെ കറണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് എല്ലാം മാറ്റാൻ പറ്റും. അതാണ് ടാരോട്ട്. നിങ്ങളൊരു പൊട്ട എനർജിയാണ്, പൊട്ട സിറ്റുവേഷൻസാണ്, അതിൽ നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുന്നു അതിലായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈവൻ ടാരോട്ടിനൊരു ടൈമിങ്, ഇന്നൊരു ടൈം ലൈൻ വേണമെങ്കിൽ ഒരു റേഞ്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി മാറുന്ന അനുസരിച്ച് ആ ടൈം ലൈനും മാറും. ഇപ്പം ഞാൻ പറയാണ് ടാരോട്ടിൽ ഇന്നൊരു 6 monthsനുള്ളിൽ ആയിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് നല്ല ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു വെയിറ്റിംഗ് ഒന്നും ചെയ്യാണ്ട് വെയിറ്റിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ആ 6 months ഒന്നും നടക്കില്ല. നിങ്ങൾ ആ 6 months അത് ഡിറ്റാച്ച്ഡ് ആവുക, ലെറ്റ് ഗോ ആയിരിക്കുക, ഒരു പോസിറ്റീവ് ഔട്ട്കം വയ്ക്കുക, അതിനുള്ള അലൈൻഡ് ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ വരും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ എനർജീസ്, നമ്മൾ എത്രത്തോളം അലൈൻഡ് ആവുന്നു, നമ്മൾ എത്രത്തോളം ബ്ലോക്കേജസ് റിമൂവ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നു, അലൈൻഡ് ആക്ഷൻസ് എടുക്കുന്നു എന്നതിലാണ്. സോ എപ്പോൾ നിങ്ങളവരെ കാണും, എപ്പോൾ നിങ്ങളവരെ മീറ്റ് ചെയ്യുന്നതിൽ ഉപരി ഞാൻ എങ്ങനെ ആവണം, സോ എനിക്ക് ഇങ്ങനത്തെ ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാവാൻ ശ്രമിക്കും. സോ കുറേ പേര് ഫ്യൂച്ചർ സ്പൗസ് റീഡിങ് കാണുന്നവർ ട്രൈ ടു ബിക്കം ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആവാൻ ശ്രമിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ എപ്പോഴായാലും എല്ലാം ഒരു റൈറ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് വന്നിരിക്കും. പക്ഷെ ആ ഒരു ഇതുവരെ കാത്തിരിക്കാണ്ടോ ഇതിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് നടന്നിട്ടോ അല്ലാണ്ട് നിങ്ങളുടെ സ്വയം കാര്യങ്ങൾക്കും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഓരോ ഡേ നിങ്ങൾക്ക് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും, എത്രത്തോളം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്ത് എന്തൊക്കെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എനർജീസ് ബ്യൂട്ടിഫുൾ ആക്കി വയ്ക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള അലൈൻഡ് ആക്ഷൻസ് എടുക്കുക. കരിയറിൽ ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ എത്രത്തോളം ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കുന്നോ
അപ്പോഴാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ആളെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നൊരു സംഭവം നിങ്ങൾക്ക് അതേതൊരു ഏരിയ, കൂടുതലും ലവ് ഏരിയയിലാണ് ആൾക്കാർ ട്രാപ്പായി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലവ് എന്ന് എടുത്തു പറയുന്നത്. കാരണം ലവ് ഏരിയാസിലാണ് കൂടുതലും ആൾക്കാരുകൾ ഫോക്കസ് ചെയ്യുന്നതും ആൾക്കാരുകൾ വീണ് പോകുന്നതും. അതുകൊണ്ട് കുറേ പേർക്ക് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ലവ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അല്ല, അതിലാണ് ഈവൻ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ ട്രാപ്പായി പോകുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് എല്ലാ വീഡിയോസിലും കളക്റ്റീവ് റീഡിങ്സ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം പോയി അന്ധവിശ്വസിച്ച് ബ്ലൈൻഡ്ലി അതിൽ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് എടുക്കാണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ ഒരാളെയാണോ വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ജീവിതം വേണ്ടതെന്ന് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള അലൈൻഡ് ആക്ഷൻസ് എടുത്ത് അത് ലെറ്റ് ഗോ ചെയ്യുക. എപ്പോഴും നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം, ഡിറ്റാച്ച് ആവാൻ പഠിക്കണം. സോ നമ്മുടെ അലൈൻമെൻറ്റ്സ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മൾ എത്രത്തോളം ഹീലാവുന്നു, നമ്മുടെ ചോയ്സസ്, അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിയാലിറ്റീനെ സൃഷ്ടിക്കുന്നത്. അതൊരിക്കലും ഒരു ടാരോ കാർഡിലൊരു ഡേറ്റോ ഒരു ടൈം ലൈനോ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇപ്പോൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തംബ്നെയിൽ മാത്രമാണ് എല്ലാവരും ക്ലിക്ക് ചെയ്യും. പക്ഷേ തംബ്നെയിൽ മാത്രമല്ല, വീഡിയോസിലും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്ന ആൾക്കാരുകൾ കുറേ ഉണ്ട്. അങ്ങനത്തെ ചെന്ന് പെടാണ്ടിരിക്കുക. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. സോ എപ്പോൾ എൻ്റെ പാർട്ട്ണറെ മീറ്റ് ചെയ്യുന്നതിൽ ഉള്ളത് സ്റ്റോപ്പ്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണർ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം ബെറ്റർ ആവാൻ പറ്റും എന്നാലോചിക്കുക. ബിക്കോസ് നമുക്ക് വരേണ്ട കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ വരും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂണിവേഴ്സിനോട് സംസാരിക്കാം, സ്ക്രിപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ഒരു ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റീസ് എന്നുള്ളത് സ്ക്രിപ്റ്റ് ചെയ്യാം, ലെറ്റ് ഗോ ചെയ്യാം, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ കണ്ടൻറ്റുകളിൽ പെടാണ്ടിരിക്കുക, സൂക്ഷിക്കുക. എന്ത് എടുക്കണം എന്ത് എടുക്കണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നല്ലോണം അറിയാം. ഒരിക്കലും ഇത് പേഴ്സണൽ സെഷൻസ് അല്ല, പേഴ്സണൽ റീഡിങ്സ് അല്ല. ആൻഡ് ടാരോട്ട് ഒരിക്കലും ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയാണെന്നല്ല. എല്ലാം നിങ്ങളുടെ പ്രസൻറ്റ് എനർജീസ് ബേസ്ഡ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അത് മനസ്സിലാക്കുക. ഒരു ടാരോ റീഡർ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ എനർജീസ് ബേസ് ചെയ്തിരിക്കും അത് ചേഞ്ച് ആവാൻ. സോ അതിൻ്റെ അർത്ഥം നിങ്ങളാണ് പവർഫുൾ, നിങ്ങളാണ് റിയാലിറ്റി സൃഷ്ടിക്കുന്നത്. സോ എല്ലാവരും ഇത് മനസ്സിലാക്കുക. ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.